ഹലോ എവ്രി വൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെലാജിനെല്ലയുടെ ലീവ്സിനെ പറ്റി പഠിക്കാം. സോ സെലാജിനെല്ലയുടെ സ്റ്റെം എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ ഇരിക്കുന്ന ഒരു അപ്പൻഡേജ് ആണല്ലേ. ലീവ്സ് മൊത്തമായിട്ട് ആ സ്റ്റെമ്മിൻ്റെ മേളിൽ കവർ ചെയ്താണ് കാണപ്പെടുന്നത്. അപ്പോൾ 4 റോസ് ഓഫ് ലീവ്സ് ഇങ്ങനെ സ്റ്റെമ്മിനെ മൊത്തം കവർ ചെയ്താണ് കാണപ്പെടുന്നത്. സാധാരണ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് പറയുകയാണെങ്കിൽ ഒന്നുകിൽ ഡിസ്റ്റിക്കസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കും, അല്ലെങ്കിൽ സ്പൈറലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. ഡിസ്റ്റിക്കസ് എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിൻ്റെ 2 ഓപ്പോസിറ്റ് സൈഡ്സിൽ, അതായത് ഡോർസൽ സൈഡിലും വെൻട്രൽ സൈഡിലും 2 റോസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡിസ്റ്റിക്കസ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ഡിസ്റ്റിക്കസ് അറേഞ്ച്മെൻറ്റ് കാണപ്പെടുന്നത് ഹെട്രോഫിലസ് കണ്ടീഷനിലാണ്, അതായത് ഡൈമോർഫിക് ആയിട്ടുള്ള ലീവ്സ് ഉള്ള കണ്ടീഷനിലാണ് ഡിസ്റ്റിക്കസ് അറേഞ്ച്മെൻറ്റ് കാണപ്പെടുന്നത്. സ്പൈറലായിട്ട് അറേഞ്ച് ചെയ്യുന്നത് ഹോമോഫിലസ് കണ്ടീഷനിലുമാണ്. ഇപ്പോൾ ഹോമോഫിലസ് അതായത് സിമിലർ സൈസിലുള്ള ലീവ്സ് ഉള്ളിടത്താണ് സ്പൈറലായിട്ട് ലീവ്സ് അറേഞ്ച് ചെയ്യുന്നത്. അതേസമയം ഡൈമോർഫിക് ലീവ്സ് ഉള്ളിടത്താണ് ഡിസ്റ്റിക്കസ് അറേഞ്ച്മെൻറ്റ് കാണുന്നത്. ലീവ്സ് സെസൈലായിരിക്കും എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ ബേസ് ഡയറക്റ്റായിട്ട് സ്റ്റെമ്മിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കും. ഇനി ലീവ്സിൻ്റെ ഷേപ്പാണ് പറയുന്നത്. ലീവ്സ് ഒന്നുകിൽ ഓവൽ ഷേപ്പിലായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ലാൻസിയോലേറ്റ് ആയിട്ടായിരിക്കും. ലാൻസിയോലേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആയിട്ടുള്ള ലീഫായിരിക്കും, പക്ഷേ ലീഫിൻ്റെ 2 എൻഡ്സും ടേപ്പർ ചെയ്തിരിക്കും. അല്ലെങ്കിൽ ലീവ്സ് ഫിലിഫോം ആയിരിക്കും. ഫിലിഫോം എന്ന് പറഞ്ഞാൽ ത്രെഡ് പോലെ ഇരിക്കുന്ന ലീവ്സ്, അതായത് സർഫസ് ഏരിയ വളരെ കുറവായിരിക്കും, ത്രെഡ് പോലെ ആയിരിക്കും ലീവ്സ് കാണപ്പെടുന്നത്. അങ്ങനത്തെ ലീവ്സിനെയാണ് ഫിലിഫോം ലീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ലീവ്സ് ആയിരിക്കും സെലാജിനെല്ലയിൽ കാണുന്നത്. ഈച്ച് ലീഫ് ഹാസ് ആൻ അൺബ്രാഞ്ച്ഡ് മിഡ് വെയിൻ. അപ്പോൾ ഓരോ ലീഫിൻ്റെ അകത്തും നമുക്കൊരു അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള മിഡ് വെയിൻ കാണാൻ സാധിക്കും. ആ മിഡ് വെയിൻ ഒരു വെയിൻ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ, ഒരു സെൻട്രൽ പൊസിഷനിൽ. അതിന് വീനേഷൻ ഉണ്ടായിരിക്കില്ല. അതായത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന പോലെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള വെയിൻസ് ഈ മിഡ് വെയിൻ്റെ 2 സൈഡിലായിട്ട് അങ്ങനെയൊന്നും കാണില്ല. ഒരു സിംഗിൾ മിഡ് വെയിൻ ആയിരിക്കും സെൻട്രലിലായിരിക്കും കാണുന്നത്, അൺബ്രാഞ്ച്ഡ് ആയിരിക്കും അത്. ഓക്കെ. ഇൻ സീറോഫൈറ്റിക് സ്പീഷീസ് ലീവ്സ് ആർ തിക്ക് ആൻഡ് റിജിഡ്. ഇപ്പോൾ സീറോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സിലാണെങ്കിൽ അതിൻ്റെ ലീവ്സ് വളരെ തിക്കായിരിക്കും, റിജിഡ് ആയിരിക്കും. ബട്ട് ഇൻ അതേഴ്സ് ദേ ആർ തിൻ ആൻഡ് ഡെലിക്കേറ്റ്. പക്ഷേ മറ്റുള്ള സ്പീഷീസിലെ ലീവ്സ് വളരെ തിന്നും ഡെലിക്കേറ്റും ആയിരിക്കും. ലീവ്സ് ആർ മോണോമോർഫിക് ഇൻ ഹോമിയോഫിലം ആൻഡ് ഡൈമോർഫിക് ഇൻ ഹെട്രോഫിലം. അതറിയാലോ, ഡൈമോർഫിക് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ലീവ്സ് ഹെട്രോഫിലത്തിൽ കാണും. ഒരു സിംഗിൾ ടൈപ്പിലുള്ള ലീവ്സ് ആയിരിക്കും ഹോമോഫിലത്തിലുള്ളത്. വെജിറ്റേറ്റീവ് ലീവ്സ് ആൻഡ് സ്പോറോഫിൽസ് ആർ ലിഗുലേറ്റ്. സ്പോറോഫിൽസ് എന്ന് പറഞ്ഞാൽ സ്പോർ പ്രൊഡ്യൂസിങ് ലീവ്സ് ആണ്. വെജിറ്റേറ്റീവ് ലീവ്സ് എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള ഫോളിയേജ് ലീവ്സ്. അപ്പോൾ ഈ 2 ലീവ്സിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ലിഗ്യൂൾസ് കാണാൻ സാധിക്കും. അങ്ങനത്തെ ലീവ്സിനെയാണ് ലിഗുലേറ്റ് ലീവ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ലിഗ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറിയ നാക്ക് പോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ മെംബ്രെയിനസ് ഫ്ലാപ്പ് പോലെ ഇരിക്കുന്ന ഒരു സ്മോൾ അപ്പൻഡേജിനെയാണ് ലിഗ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ലിഗ്യൂൾ സാധാരണ ഓരോ ലീഫിൻ്റെയും ബേസിൽ അറ്റാച്ച് ചെയ്ത് കാണപ്പെടും. ഓക്കെ. അപ്പോൾ ടെറിഡോഫൈറ്റയുടെ ഒരു പ്രത്യേകത ഇതാണ്, ലീവ്സ് എങ്ങനെയാണ്? ലിഗുലേറ്റ് ആയിരിക്കും. ലിഗുലേറ്റ് ലീഫ് എന്ന് പറഞ്ഞാൽ ലിഗ്യൂൾ ഉള്ള ലീഫ്. ലിഗ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നാക്ക് പോലെ അല്ലെങ്കിൽ ഒരു ലോബ് പോലെ ഇരിക്കുന്ന ഒരു അപ്പൻഡേജാണ്. ഇത് ലീഫിൻ്റെ ബേസിൽ ഡോർസൽ സർഫസിൽ അറ്റാച്ച് ചെയ്തിരിക്കും. ഓക്കെ. അങ്ങനത്തെ ലീവ്സിനെയാണ് ലിഗുലേറ്റ് ലീവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ലിഗ്യൂളിന് ഡിഫറെൻറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും. ഒന്നുകിൽ ടങ്ങിൻ്റെ ഷേപ്പ്, നാക്കിൻ്റെ ഷേപ്പിലായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ ലോബ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഇതുപോലെ ചെറിയ ചെറിയ നെറ്റ്വർക്കായിട്ട് ഡിവൈഡഡ് ആയിട്ടിരിക്കും. അതിനാണ് ലോബ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഫ്രിഞ്ചഡ് എന്ന് പറഞ്ഞാലും അതാണ്, അതായത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ലോബ്സ് കാണപ്പെടുന്നത് തന്നെയാണ് ഫ്രിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ലിഗ്യൂള് കാണപ്പെടുന്നത്. അപ്പം മിക്കപ്പോഴും ടങ്ങിൻ്റെ ഷേപ്പിലായിരിക്കും ലിഗ്യൂള് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ലിഗ്യൂളാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ലീഫിൻ്റെ ബേസൽ സർഫസിൽ ഇതുപോലെ ഡോർസൽ സർഫസിനെയാണ് നമ്മൾ അഡാക്സിയൽ സർഫസ് എന്ന് പറയുന്നത് കേട്ടോ. അഡാക്സിയൽ എന്ന് പറഞ്ഞാൽ ഡോർസൽ സർഫസ്. അപ്പോൾ ഡോർസൽ സർഫസിൽ, ലീഫിൻ്റെ ബേസിൽ ഡോർസൽ സർഫസിൽ ഇതുപോലെ
നീളത്തിൽ ഇങ്ങനെ കാണുന്നില്ലേ, ഇങ്ങനെ കാണുന്ന അപ്പൻഡേജിനെയാണ് നമ്മൾ ലിഗ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലീഫിൻ്റെ മിഡ് വെയിനിൻ്റെ എക്സാക്റ്റ് മിഡിലായിട്ടായിരിക്കും ലിഗ്യൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിഗ്യൂളിന് ചില സവിശേഷതകളുണ്ട്. അപ്പോൾ ലിഗ്യൂള് സാധാരണ ലീഫ് മെച്യൂർ ആവുന്നതിന് മുൻപായി തന്നെ മെച്യൂർ ആകും. പിന്നെ ലിഗ്യൂളിന് 4 പോർഷൻസ് ഉണ്ടായിരിക്കും: ഗ്ലോസോപോഡിയം, ഗ്ലോസോപോഡിയൽ ഷീത്ത്, ബോഡി ആൻഡ് ലാമെല്ല. അപ്പോൾ ഇത് 4 ലിഗ്യൂളിൻ്റെ 4 റീജിയൻസ് ആണ്, അല്ലെങ്കിൽ പാർട്സ് ആണ്. ഗ്ലോസോപോഡിയം എന്ന് പറയുന്നത് ഒരു ഹെമി സ്പിറിക്കൽ ആയിട്ടുള്ള ബേസൽ പാർട്ടാണ്. ഗ്ലോസോപോഡിയൽ ഷീത്ത് എന്ന് പറയുന്നത് ഈ ഗ്ലോസോപോഡിയത്തിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഷീത്താണ്. ബോഡി എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള മിഡിൽ പാർട്ടാണ്. ലാമെല്ല എന്ന് പറയുന്നത് പോയിന്റഡ് ആയിട്ടിരിക്കുന്ന ടെർമിനൽ പാർട്ടാണ്. അങ്ങനെ 4 പോർഷൻസ് ആണ് ലിഗ്യൂളിനുള്ളത്. ഈ 4 പോർഷൻസും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചർ നോക്കൂ, ഈ ഒരു പിക്ചർ. ഇതാണ് ഗ്ലോസോപോഡിയൽ ഷീത്ത്, കണ്ടോ? ബേസൽ പോർഷൻ ഇതാണ് ഗ്ലോസോപോഡിയം. ഇനി ഈ മിഡിൽ പാർട്ട് ഉണ്ടല്ലോ, ഇത്രയും മിഡിൽ പാർട്ടാണ് ബോഡി എന്ന് പറയുന്നത്. പിന്നെ എപ്പെക്സ് ടെർമിനൽ പോർഷനാണ് ലാമെല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇതുപോലെ തന്നെ A, B, C എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതിൽ B എന്ന് പറയുന്നത്, ഇപ്പോൾ A എന്ന് പറയുന്നത് ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് ഹെട്രോഫില്ലസിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ, ഡൈമോർഫിക് ലീവ്സിൻ്റെ. രണ്ടാമത് ലീഫ്, ഒരു ഒറ്റ ലീഫ്, അതിൽ ആ ലീഫിൻ്റെ താഴെ ലിഗ്യൂള് അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. C എന്ന് പറയുന്നത് ലിഗ്യൂളിൻ്റെ പോർഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഗ്ലോസോപോഡിയം, ഗ്ലോസോപോഡിയൽ ഷീത്ത്, പിന്നെ ബോഡി ആൻഡ് ലാമെല്ല. ഇനി നമുക്ക് ലിഗ്യൂളിനെ പറ്റി കുറച്ചും കൂടെ കൂടുതലായിട്ട് വിശദമായിട്ട് പഠിക്കാം. ഇപ്പം ലിഗ്യൂള് ഈ ലീഫിൻ്റെ ഏറ്റവും ബേസിൽ ഒരു പിറ്റിനകത്താണ്, ഒരു കുഴിക്കകത്താണ് എംബഡ് ചെയ്തിരിക്കുന്നത്. എംബഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്തിരിക്കുക. അപ്പോൾ ലീഫിൻ്റെ ബേസിൽ ഒരു കുഴി കാണും, അതിനെയാണ് പിറ്റ് എന്ന് പറയുന്നത്. ലിഗുലാർ പിറ്റ്. എന്താണ് ലിഗുലാർ പിറ്റ് എന്നാണ് പറയുന്നത്. ഈ പിറ്റിനകത്ത് ഫിക്സ് ചെയ്താണ്, അല്ലെങ്കിൽ എംബഡ് ചെയ്താണ് ഈ ലിഗ്യൂൾ ഇരിക്കുന്നത്. ഇപ്പോൾ ലിഗ്യൂളിന് ഒരു പ്രത്യേക ഫങ്ഷൻ ഉണ്ട്. അത് ഈ പറയുന്ന പോലെ ലീഫ് മെച്യൂർ ആകുമ്പോൾ തന്നെത്താനെ തന്നെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും ലിഗ്യൂള്. അപ്പോൾ ലിഗ്യൂൾ ഈ ഇമ്മെച്യൂർ ആയിട്ടുള്ള ലീവ്സിലാണ് ഫങ്ഷണബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഫങ്ഷണലായിട്ട് കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ലിഗ്യൂളിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? ആക്ച്വൽ ഫങ്ഷൻ ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ, എങ്കിലും എല്ലാവരും ഊഹിക്കുന്നതാണ്. ലിഗ്യൂള് വാട്ടർ അബ്സോർപ്ഷനും വാട്ടർ സെക്രീഷനും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം വാട്ടറിനെ അബ്സോർബ് ചെയ്യുകയും വാട്ടറിനെ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ലിഗ്യൂൾസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ വാട്ടർ അബ്സോർപ്ഷനും സെക്രീഷനും വേണ്ടിയിട്ട് ലിഗ്യൂള് ഹെൽപ്പ് ചെയ്യുന്നു പ്ലാന്റിനെ എന്നാണ് ഒരു വിഭാഗം സയൻറ്റിസ്റ്റുമാർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് വഴി ആ പെർട്ടിക്കുലർ ഷൂട്ട് ഡെസിക്കേറ്റ് ചെയ്ത് പോവില്ല. ഡെസിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉണങ്ങിപ്പോവില്ല, ഡ്രൈ ആയി പോവില്ല. ഒരു കാര്യം നോക്കിക്കോട്ടെ. ഓക്കെ, ശരി. അപ്പം ലിഗ്യൂളിൻ്റെ ഫങ്ഷൻസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിഗ്യൂൾസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? വാട്ടർ അബ്സോർപ്ഷൻ ആൻഡ് വാട്ടർ സെക്രീഷൻ, ദസ് പ്രിവെൻറ്റിംഗ് ദ ഷൂട്ട് ഫ്രം ഡെസിക്കേഷൻ. ആൻഡ് ദേ ആർ ഓൾസോ കൺസേൺ വിത്ത് ദ അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഇൻഓർഗാനിക് സൊല്യൂട്ട്. ഇപ്പോൾ ഇൻഓർഗാനിക് സൊല്യൂട്ട്സിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റിനും ഈ ലിഗ്യൂൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ലിഗ്യൂൾ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലിഗ്യൂൾ എന്താണെന്ന് എഴുതുക, ലിഗ്യൂൾ എവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എഴുതുക, ലിഗ്യൂളിൻ്റെ ഫങ്ഷൻസും എഴുതുക. ഓക്കെ ദെൻ. അപ്പോൾ ഇനി നമുക്ക് ലീവ്സിലോട്ട് പോകാം. അപ്പം ഹോമോഫില്ലസും ഹെട്രോഫില്ലസും ആയിട്ടുള്ള 2 തരത്തിലുള്ള ലീവ്സ് ഉണ്ടെന്നുള്ളത് അറിയാം അല്ലേ. ഹോമോഫില്ലസ് ലീവ്സ് എന്ന് പറഞ്ഞാൽ മോണോമോർഫിക് ആയിരിക്കും, അതായത് ഒരേ മോർഫോളജി ആയിരിക്കും, സ്പൈറലായിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഹെട്രോഫില്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈമോർഫിക് ആയിരിക്കും, 2 തരത്തിലുള്ള ലീവ്സ് ഉണ്ടായിരിക്കും, ഒരു പെയർ സ്മോളും ഒരു പെയർ ലാർജും. ഈ സ്മോൾ പെയറിനെയാണ് മൈക്രോഫിൽസ് എന്ന് പറയുന്നത്, ലാർജ് പെയറിനെ മെഗാഫിൽസ് എന്നും പറയുന്നു. അപ്പം ഡോർസൽ സർഫസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൈക്രോഫിൽസും വെൻട്രൽ സർഫസിൽ മെഗാഫിൽസും ആണ് അല്ലേ. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്.
ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് കാണിച്ചിരിക്കുന്നത്? സൺലൈറ്റ് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഹെട്രോഫില്ലസിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഗ്രൗണ്ടുമായിട്ട് ചേർന്ന് പ്രോസ്ട്രേറ്റഡ് ആയിട്ടാണ് വളരുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പം താഴത്തെ ലീവ്സിൽ സൺലൈറ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെർട്ടിക്കലായിട്ട് 2 റോസ് ആയിട്ട് താഴത്തെ റോസിലുള്ള ലീവ്സ് ലാർജറും മേളത്തെ സ്മോളറുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ താഴത്തെ ലീവ്സിലും സൺലൈറ്റ് പ്രോപ്പറായിട്ട് കിട്ടും. ഓക്കെ, ദെൻ ലീവ്സ് പെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ഡൈമോർഫിക് ആണെങ്കിൽ ലീവ്സ് പെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ഒരു അൺഈക്വൽ പെയറും മറ്റേത്, അതായത് സ്മോൾ ആൻഡ് ലാർജ് ലീവ്സ് അല്ലേ. അപ്പോൾ ഈ സ്മോൾ ആൻഡ് ലാർജ് ലീവ്സ് കാണപ്പെടുന്നത് ഒരു സ്മോൾ ലീഫും ഒരു ലാർജ് ലീഫും അങ്ങനെ പെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊരു അൺഈക്വൽ പെയർ ആണ് അല്ലേ. അതായത് ഒരു സ്മോൾ ലീഫ് പിന്നെ ഒരു ലാർജ് ലീഫ്, അതിനുശേഷം വീണ്ടും ഒരു ലാർജ് ലീഫ് പിന്നെ ഒരു സ്മോൾ ലീഫ്, ഇങ്ങനെയാണ് കാണപ്പെടുന്നത് കേട്ടോ. ദെൻ the smaller leaf of one pair remains adjacent to the smaller leaf of the pair in front and its larger leaf remains adjacent to the larger leaf. ഇങ്ങനെ സ്മോൾ ലീഫ്, 2 സ്മോൾ ലീവ്സ് പിന്നെ ലാർജ് ലീവ്സ് കേട്ടോ. അപ്പം ഈ 2 സ്മോൾ ലീവ്സ് അഡ്ജസൻ്റ് ആയിട്ട് അടുത്തടുത്തും 2 ലാർജ് ലീവ്സും അടുത്തടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലീവ്സിനെ പറ്റി. ഇനി അടുത്ത ക്ലാസ്സിൽ റൂട്ടിനെ പറ്റി പഠിക്കാം. അപ്പോൾ എനിവേ, താങ്ക്സ് എ ലോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ യുവർ പേഷ്യൻറ്റ് ലിസണിങ് ആൻഡ് കോപ്പറേഷൻ. താങ്ക് യു.